നമ്മൾ തൊലി ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കീറി ഇടേണ്ടവർക്കിടാം. ഞാൻ അരപ്പിൻ്റെ കൂടെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു സ്പൂൺ കൂടി ഇട്ടേക്കാം തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടച്ച് വെച്ച് വേവിക്കാവേ. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് എടുക്കാം കേട്ടോ. ഇത് ഇത്രയാണ് അരപ്പ്. കരിയാപ്പിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യും കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ച് വെച്ച് തേങ്ങ അരച്ച് ചേരുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ നിർത്തിയിട്ട് വാങ്ങാം കേട്ടോ. നമ്മൾ തൊലി കളയാണ്ട് ചെയ്തുകൊണ്ട് ആയിരിക്കും ഒരു കളറ് കുറവുണ്ട്. എന്നാലും തൊലി എടുക്കുമ്പോൾ നല്ല കളറായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൊലി കളയാത്ത മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം.